ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റോറി റിവ്യൂയിലേക്ക് സ്വാഗതം. മഴത്തോരു മുംബൈ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അലീനയെ അവളുടെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിൻ്റെ കയ്യിലേൽപ്പിച്ച് ബാലചന്ദ്രൻ വീട്ടിലേക്ക് മടങ്ങി. ബാലചന്ദ്രൻ പോയതോടെ ആ വലിയ ബംഗ്ലാവിൽ താൻ തികച്ചും ഒറ്റപ്പെട്ടതായി അലീനയ്ക്ക് തോന്നി. അലീന ആരാണെന്ന് സത്യം സ്റ്റാൻലി തൻ്റെ ജോലിക്കാരെ പോലും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അലീന ആരാണെന്നറിയാനുള്ള ജിജ്ഞാസയിലാണ്. അവസാനം ആൻ്റപ്പൻ തന്നെ മുൻകൈയെടുത്ത് അലീനയോട് അതേപ്പറ്റി ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി അലീന പറയുന്നുണ്ട്, എന്നെ അലീന എന്ന് വിളിച്ചാൽ മതി. ഇത് കേട്ട് ആൻ്റപ്പൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, കുഞ്ഞ് മുതലാളിയുടെ ആരായിട്ട് വരും? അത് മുതലാളിയോട് തന്നെ ചോദിച്ചാൽ പോരെ? അല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് കുഞ്ഞിനെ കണ്ടിട്ടില്ല. മുതലാളിയുടെ ഒരുമാതിരി സ്വന്തക്കാരെയൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാ. അതിന് അലീന തിരിച്ച് മറുപടിയൊന്നും കൊടുത്തില്ല. ആൻ്റപ്പൻ്റെ ഊഴം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബൈജുവിൻ്റെതായി. ആരാ, എന്താ, എവിടുന്നാ വരുന്നേ? അങ്ങനെ തുരുതുരാ ചോദ്യങ്ങൾ. അവസാനം സഹിക്കെട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, പേര് അലീന. കഴക്കൂട്ടത്തുള്ള ഒരു അനാഥാലയത്തിലാണ് ജനിച്ചത്. 23 വർഷം ഞാൻ അവിടെ തന്നെയായിരുന്നു. പിന്നെ കുറച്ചു കാലം ഒരിടത്ത് വീട് ജോലിക്ക് നിന്നിട്ടുണ്ട്. ഇത് കേട്ടതും ആൻ്റപ്പനും ബൈജു അന്തം വിട്ട് പരസ്പരം നോക്കി. ഇതിപ്പോൾ എന്താ കഥ? ഒരു അനാഥ പെണ്ണിന് വേണ്ടിയാണോ മുതലാളി ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്തിയത്? അതും ഒരു വീട്ടുജോലിക്കാരി. ആൻ്റപ്പൻ വീണ്ടും ചോദിക്കുകയാണ്, അല്ല, വീട്ടുജോലി എന്ന് വെച്ചാ? ആ അലീന പറയുന്നുണ്ട്, വീട്ടുജോലി എന്ന് വെച്ചാൽ അറിയില്ലേ? മുറ്റടിക്കണം, തൂത്ത് തുടയ്ക്കണം, വിഴുപ്പലക്കണം, ചോറും കറിയും വെക്കണം, പിന്നെ പാത്രവും കഴുകണം, അങ്ങനെ കുറേയേറെ ജോലികളുണ്ടായിരുന്നു. അതും പറഞ്ഞ് ആൻ്റപ്പനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് അലീന മുമ്പോട്ട് നടന്നു. ആൻ്റപ്പനും ബൈജു അവളുടെ പിന്നാലെയുള്ള നടത്തം അതോടെ നിർത്തി. ഈ സമയം കടപ്പാട്ടൂർ വീടാണെങ്കിൽ ആകെ ശോകമൂകമായിരിക്കുകയാണ്. ആർക്കും പരസ്പരം മിണ്ടാട്ടല്ല. മനു വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ബാലചന്ദ്രനും അലീനയും പോയിട്ടും മനു അവിടെ തന്നെ തുടർന്നു. കുട്ടികൾക്കൊരാശ്വാസമാവാൻ താൻ അവിടെ വേണമെന്ന് മനുവിന് തോന്നി. ഉച്ചയ്ക്ക് മനു മുൻകൈയെടുത്ത് ബബിതയെ കൊണ്ട് ഊണ് വിളമ്പിച്ചു. എല്ലാവരെയും ഊണുമേശയിലിരുത്തി ഊണ് കഴിപ്പിച്ചു. മനുവിൻ്റെ സാന്നിധ്യം അവർക്ക് ആശ്വാസമായി. എന്നിരുന്നാലും ബബിതയുടെയും രോഹിത്തിൻ്റെയും കൃഷ്ണജയുടെയും മുഖത്ത് സങ്കടം നിഴലിക്കുന്നുണ്ടായിരുന്നു. അലീന ആ വീട് വിട്ടു പോയത് അവർക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. മനു എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരുടെ ആ സങ്കടം മാറ്റാൻ മനുവിനെ കൊണ്ട് സാധിച്ചില്ല. അതിനെന്തായാലും കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്ന് മനുവിന് അറിയാമായിരുന്നു. ഇതുവരെ അവർക്ക് എന്തിനും ഏതിനും ഒരു അത്താണി ഉണ്ടായിരുന്നു. അവരെ സ്നേഹപൂർവ്വം ശ്വാസിക്കാനും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും അവരെ ഉത്സാഹപൂർവ്വം ആത്മധൈര്യം കൊടുത്ത് മുന്നോട്ട് നടത്താനും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുവാനും അവരുടെ ദേഷ്യവും സ്നേഹവും ഏറ്റുവാങ്ങാനും അവിടെ ഒരാളുണ്ടായിരുന്നു. അവൾ അവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിച്ചിരുന്നു. അവരുടെ ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം അവളായിരുന്നു. ആ വെളിച്ചം അവർക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ആ വീട് തികച്ചും ശൂന്യമാണ്. താനിനി ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിലോട്ട് തിരിച്ചു വരുമോ എന്ന് പോലും മനു സംശയിച്ചു. ഇല്ല എന്ന് മനുവിന് ഉറപ്പായിരുന്നു. അലീനയില്ലാത്ത ഈ വീട്ടിലേക്ക് വരുന്നത് ഓർക്കുമ്പോൾ തന്നെ മനുവിൻ്റെ മനസ്സാകെ നിരാശയിൽ മുങ്ങാൻ തുടങ്ങി. അവളുടെ സ്നേഹം തുളുമ്പുന്ന ആ പുഞ്ചിരിയോ മനുവേട്ട എന്നുള്ള വിളിയോ ഇനി ഈ വീട്ടിൽ ശബ്ദിക്കില്ല. അതോർത്തപ്പോൾ തന്നെ മനുവിൻ്റെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. അപ്പോഴേക്കും ബബിതയുടെ വിളി വന്നു. എവിടെ പോയാലും അവസാനം അലീന ചേച്ചി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, അല്ല മനുവേട്ട? അതിന് മറുപടി എന്നോണം മനു പറഞ്ഞു, തീർച്ചയായും അവൾ ഇങ്ങോട്ട് തന്നെ മടങ്ങി വരും. അവൾ ഈ കുടുംബത്തിലെയാണെന്നും ഒടുവിൽ അവൾ ഇവിടെ തന്നെ വന്നു ചേരേണ്ടവളാണെന്നും തനിക്കല്ലേ അറിയുന്നു മനു ആ നിമിഷം ഓർത്തു. ബാലചന്ദ്രമേനോൻ തിരിച്ചെത്തിയപ്പോഴേക്കും രാത്രി 8 മണി കഴിഞ്ഞു. പുറത്ത് കാറിൻ്റെ ഒച്ച കേട്ടതും ബബിത ഓടി സിറ്റൗട്ടിലെത്തി. രോഹിത്തും കൃഷ്ണജിയും അതിന് മുമ്പേ വന്നു. മനുവാണെങ്കിൽ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാറിനുള്ളിലേക്കായിരുന്നു എല്ലാവരുടെയും നോട്ടം. അച്ഛനോടൊപ്പം അലീന ചേച്ചി തിരിച്ചെത്തിയിട്ടുണ്ടോ? അച്ഛൻ കൊണ്ടുപോയി പുതിയ സ്ഥലത്ത് പരിചയപ്പെടുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരായില്ലല്ലോ. 1-ാം തീയതിയോ മറ്റോ പുതിയ ജോലിയിൽ പ്രവേശിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് അച്ഛൻ്റെ ഒപ്പം തിരിച്ചു വരാലോ. എന്നാൽ ബാലചന്ദ്രമേനോൻ ഡോറ് തുറന്നപ്പോൾ കാറിൻ്റെ ഉള്ളിലെ ലൈറ്റ് തെളിഞ്ഞു. അകത്ത് അലീനയില്ലെന്ന് മനസ്സിലായതോടെ എല്ലാവരുടെയും മുഖം മങ്ങി. അപ്പോഴേക്കും ബാലചന്ദ്രമേനോൻ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ഇതെന്താ എല്ലാവരും കൂടി സിറ്റൗട്ടിൽ കാവലിരിക്കുന്നേ? ഇത് കേട്ട് ബബിത പറയുന്നുണ്ട്, ഏയ് കാവലിരുന്നൊന്നല്ല, വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ വന്ന് നോക്കിയതാ. ഇത് കേട്ട് ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പതിവൊന്നും ഇത്ര നാളും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് കേട്ട് ബബിതയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അച്ഛൻ വലിയ വാചകമൊന്നും അടിക്കണ്ട, അലീന ചേച്ചിയെ കൊണ്ടുപോയി വിട്ടോ? കൊള്ളാം, അതിനല്ലേടി ഞാൻ പോയത്. അത് കേട്ടതും രോഹിത്ത് ചോദിക്കുന്നുണ്ട്, എവിടെ അച്ഛാ അലീന ചേച്ചിയെ കൊണ്ടുപോയി വിട്ടത്? ഇനിയെങ്കിലും അച്ഛന് അത് ഞങ്ങളോട് പറഞ്ഞൂടെ? ഇത് കേട്ട് ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, അതിനെന്താ, പറയാലോ. കുളത്തൂർ പുഴ എന്ന സ്ഥലത്താണ് ഞാൻ അവളെ കൊണ്ടുപോയി ഇട്ടത്. അവൾ അവിടെ ഒന്ന് സമാധാനത്തോടെ ജീവിച്ച് പൊക്കോട്ടെ. അപ്പോഴേക്കും കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ, എന്ത് ജോലിയാണ് ചേച്ചിക്ക് അവിടെ?
അതിന് മറുപടിയായി ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, അവിടെ ഒരു റബ്ബർ കമ്പനിയിൽ റിസപ്ഷനിസ്റ്റാ. അത്ര അറിഞ്ഞാൽ പോരെ? അപ്പം ചേച്ചിയുടെ താമസമൊക്കെയോ? അതിനൊക്കെ നല്ല സൗകര്യമുണ്ട് അവിടെ. അലീന ചേച്ചിക്ക് അവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു വച്ചാ? ഇഷ്ടപ്പെട്ടിട്ടാണോ മോളെ? ഇവിടെ നിന്ന് പോകാൻ അവൾക്ക് മനസ്സുണ്ടായിട്ടാണോ? വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ രോഹിത് വീണ്ടും ചോദിക്കുകയാണ്, അച്ഛൻ തിരിച്ചു പോന്നപ്പോൾ ചേച്ചിക്ക് വലിയ വിഷമമായി കാണൂല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? അവൾക്ക് വിഷമം ഉണ്ടാവില്ലേ? കരച്ചിലായിരുന്നു. ഞാൻ പിന്നെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചങ്ങ് പോന്നു. അത് കേട്ടതും ബബിത പറയുന്നുണ്ട്, അപ്പം തന്നെ ഈ അച്ഛന് അലീന ചേച്ചി വിളിച്ചോണ്ടങ്ങ് പോരായിരുന്നില്ലേ? ഈ അച്ഛൻ്റെ കുറ്റമല്ല. അങ്ങനെ ദേഷ്യത്തോടെ പെറുപെറുത്ത് ബബിത അകത്തേക്ക് കയറിപ്പോയി. അവളുടെ ഉള്ളിലെ വിഷമം ബാലേന്ദ്രൻ നന്നായി മനസ്സിലായി. അങ്ങനെ മനുവിനെ നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ തിരിച്ചു വീട്ടിൽ പോവാഞ്ഞത്? അതോ പോയിട്ട് വീണ്ടും മടങ്ങി വന്നതാണോ? അല്ല അങ്കളെ, അങ്കള് വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു. അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ അകത്തേക്ക് കയറി. പിന്നാലെ മനുവും കയറി. അങ്ങനെ കൃഷ്ണയെ വിളിച്ചിട്ട് ചോറ് വിളമ്പിക്കോളാൻ പറഞ്ഞു. ബബിതയെ കൂടി വിളിച്ചോ? രോഹിത്തെ, നീയും കൂടി ഒന്ന് സഹായിക്കണം അവരെ. അങ്ങനെ പറഞ്ഞ് മനു മുകളിലേക്ക് കയറിപ്പോയി. ബാലചന്ദ്രമേനോൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മനുശങ്കർ മുറിയിൽ ഇപ്പുണ്ട്. മനുവിനെ നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്താ എന്നെ കാത്തു നിൽക്കായിരുന്നോ? അപ്പം മനു ചോദിക്കുന്നുണ്ട്, അങ്കളിന് വിഷമമൊന്നുമില്ലേ അലീനെ അവിടെ വിട്ടിട്ട് പോന്നതിൽ? അത് കേട്ടതും മനുവിനെ നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ മറുപടി പറയുന്നുണ്ട്, അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ അവളെ ഉപേക്ഷിച്ച് പോകുന്നൊന്നല്ലല്ലോ. അതല്ല അങ്കളെ, നമ്മുടെ നോട്ടോ കരുതലോ ഒന്നും എത്താത്തൊരു സ്ഥലത്തല്ലേ അവളെ കൊണ്ടാക്കിയിരിക്കുന്നേ. എടാ, നീ കരുതുന്ന പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കേട്ട് മനു വീണ്ടും ചോദിക്കുന്നുണ്ട്, അങ്കൾ എന്നാത്തിനാ എന്നിൽ നിന്ന് മറയ്ക്കുന്നേ? അവളെപ്പറ്റി എല്ലാം അറിയുന്ന ആളല്ലേ ഞാൻ. ഇത് കേട്ടതും ബാലചന്ദ്രൻ ശബ്ദം താഴ്ത്തി മനുവിനോട് പറയുന്നുണ്ട്, നീ ആ വാതിലടച്ചിങ്ങ് വന്നേ, നിന്നോട് ഞാൻ പറയാം. ഇത് കേട്ടതും മനു ഓടിപ്പോയി വാതിലടച്ചു. എന്നിട്ട് ബാലേന്ദ്രന് മുമ്പിലായി വന്ന് നിന്നു. ഇനി പറ, നിനക്ക് എന്താ അറിയേണ്ടത്? അല്ല, അങ്കിൾ എൻ്റെ അടുത്ത് ഒരു സസ്പെൻസ് ഇട്ടിട്ടാണല്ലോ പോയത്, അലീനെ അവളുടെ ബന്ധുക്കളെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാണെന്ന്. ഇത് കേട്ടതും ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആരങ്കിളത്? ഇത് കേട്ടതും ഒരു ദീർഘനിശ്വാസം എടുത്ത് ബാലേന്ദ്രമേനോൻ തിരിച്ചു പറയുന്നുണ്ട്, അത് മറ്റാരുമല്ല, അവളുടെ സ്വന്തം അച്ഛൻ തന്നെയാണ്. അത് കേട്ടതും മനു ആകെ സ്തംഭിച്ചു പോയി. അവിശ്വാസത്തോടെ അവൻ വീണ്ടും ചോദിച്ചു, അലീനയുടെ അച്ഛനോ? അതെ, അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അലീനെ അവളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് ഏൽപ്പിച്ചത്. ആരാണ് അങ്കിളത്? അത് നീ രഹസ്യമായി സൂക്ഷിക്കുമോ? എങ്കിൽ ഞാൻ പറയാം. അതെന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചേ? അങ്കിൾ എന്നെ ഒട്ടും വിശ്വാസമല്ലേ? എടാ, നിന്നെ അല്ലാതെ ഞാൻ ആരെ വിശ്വസിക്കാനാ? അതുകൊണ്ടാണ് ഞാനിത് നിന്നോട് സംസാരിക്കാൻ തന്നെ തയ്യാറായത്. എന്നാൽ നീ കേട്ടോ, ഒരു റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് വൈജയന്തി ആഗ്രയിലായിരുന്ന സമയത്ത് അയാൾ അവിടെ ക്യാപ്റ്റനോ മറ്റോ ആയിരുന്നു. അങ്ങനെയാണ് പരിചയവും ബന്ധമൊക്കെ ഉണ്ടായത്. പുനലൂരിലുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് അയാളുടേത്. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ പോരെ നിനക്ക്? ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് അയാളുടേന്ന് അറിഞ്ഞപ്പോൾ മനുവിൻ്റെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം ബാലചന്ദ്രമേനോൻ നന്നായി ശ്രദ്ധിച്ചു. അവൻ്റെ മുഖത്ത് ഭയവും നിരാശയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിള് വെറുതെ പറഞ്ഞതല്ല അവൾ എനിക്ക് നഷ്ടപ്പെട്ടേക്കുമെന്ന്. അത് പറയുമ്പോൾ മനുവിൻ്റെ മുഖത്ത് വല്ലാത്ത ആശങ്കയും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നു. മനുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, ഒരുപക്ഷെ അവൾ എല്ലാവരും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത. ബാലചന്ദ്രമേനോൻ തൻ്റെ വാക്കുകൾ പൂർത്തിയാകാതെ തന്നെ നിർത്തി. എങ്കിലും മനുവിന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അവൻ്റെ മനസ്സ് വല്ലാതെ പിടയാൻ തുടങ്ങി. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.